ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്ലെയിൻ മെറ്റീരിയലിൽ നല്ല ഭംഗിയിലൊരു നെക്ക് ഡിസൈനാണ് ചെയ്യുന്നത്. ഒരുപാട് അളവുകളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് ഞാൻ ക്യാൻവാസ് രണ്ടായിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അളവുകൾ ഇതിൽ മാർക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ നെക്ക് വിഡ്ത്താണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര നെക്ക് വിഡ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അത്ര എടുക്കാം. ഞാനിവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് രണ്ടും മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു ബോക്സാക്കി വരച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് നെക്കിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് വരച്ചു കൊടുക്കണം. ഞാൻ സിമ്പിളായിട്ടൊരു റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഈ ബോക്സിൻ്റെ അകത്ത് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇതിപ്പോൾ സിമ്പിളായിട്ട് റൗണ്ട് നെക്ക് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 2.5 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ കുറച്ച് താഴെയും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് അവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ താഴെ വരെ വരക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ രണ്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ രണ്ടിൻ്റെ മുകളിൽ ഒരു സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് ഏകദേശം കുറച്ച് താഴെ വരെ ഒന്ന് ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിനൊക്കെ നേരത്തെ മാർക്ക് ചെയ്തല്ലോ, അതിൻ്റെ താഴേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു 5 ഇഞ്ച് താഴോട്ടേക്കൊരു മാർക്കിങ് ഇങ്ങനെ കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ ഒന്ന് യോജിപ്പിക്കുക. ഇതിപ്പോൾ പ്രത്യേകിച്ച് മാർക്കിംഗ് ഒന്നുമില്ല, ഏകദേശം ഒന്ന് ഇങ്ങനെ ഒരു കേർവ്ഡ് ഷേപ്പിൽ അങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം അവിടെ അങ്ങ് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് കട്ടിയായിട്ട് വരച്ചെടുക്കാം. ഇതെങ്ങനെയൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മളൊരു ഇതിൻ്റെ ഒരു 6 ഇഞ്ചോളം ആണ് ഏകദേശം ഇവിടെ വരെ വരുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഏകദേശം ഒന്ന് വരച്ചു കൊടുത്താൽ മതി. കൃത്യമായിട്ട് അങ്ങനെ അളവൊന്നുമില്ല, ഏകദേശം നമുക്ക് ആ ഷേപ്പ് സെറ്റായി വരുന്നത് വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ചൊന്ന് കുഴിച്ച് വരക്കുന്നുണ്ട്, അത്രയും ഇതായിട്ട് വേണ്ട. അപ്പോൾ കുറച്ചൊന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ടാക്കിയിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ഇങ്ങനെ ഇങ്ങോട്ടാക്കിയിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. കാരണം ഇത് സ്റ്റിച്ചൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും തീരെ നേരത്തതായി. ഇപ്പം ഇവിടെ എനിക്ക് സ്റ്റിച്ചിങ് ചെയ്ത് ഉള്ളിലേക്ക് പോകുമ്പോൾ തീരെ വകണ്ണുണ്ടാവില്ല ആ ഭാഗം. അതുകൊണ്ട് കുറച്ചുകൂടി അങ്ങോട്ട് കടത്തി വരക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ മാർക്ക് ചെയ്തതിലൂടെ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നെക്ക് പോർഷൻ നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല, അത് ലാസ്റ്റ് മാത്രമേ കട്ട് ചെയ്ത് കളയുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെയാണ് വരുന്നത്. അപ്പം ഇനി ഈ മാർക്കിംഗ് ഒക്കെ ഇപ്പുറത്തെ സൈഡിൽ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇത് കൈ കൊണ്ടൊന്ന് ഇങ്ങനെയൊന്ന് തട്ടി കൊടുക്കുക. അപ്പം ആ മാർക്കിംഗ് കുറച്ച് ഇപ്പുറത്തെ സൈഡിൽ വരും. അതിനുശേഷം അതൊന്ന് ചോക്ക് ഉപയോഗിച്ചിട്ട് കട്ടിയായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി. മാർക്കിംഗ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ തുണിയിലൊന്ന് ഒട്ടിച്ചെടുക്കണം. ഈ തുണിയാണ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളയുമ്പോൾ മുകൾ ഭാഗത്ത് നമ്മൾ എക്സ്ട്രാ ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കി എല്ലാ ഭാഗത്തും 1/2 ഇഞ്ച് എക്സ്ട്രാ ബാക്കി വെക്കുന്ന രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കുക. അതായത് ഇതുപോലെ മുകളിലൊന്നും വെച്ചിട്ടില്ല, ബാക്കി 3 സൈഡിലും 1/2 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് നടുക്ക് വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കൃത്യമായിട്ട് രണ്ടായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നടുക്കൊന്ന് കട്ട് ചെയ്തെടുത്ത് അവിടെ നമുക്കൊരു ലൂപ്പ് പോലെ ഒരു ഡിസൈൻ വെച്ച് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തത്. അപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെറ്റീരിയലിൻ്റെ അതേ തുണിയിൽ നിന്നും കുറച്ച് ക്രോസ് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ആ ക്രോസ് പീസ് വെച്ചിട്ട് ഇതിൻ്റെ ചുറ്റുമായിട്ട് പൈപ്പിംഗ് കൊടുക്കണം. ഒരു 1/2 ഇഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് വേണം പൈപ്പിംഗ് കൊടുക്കാൻ. കുറച്ച് വണ്ണത്തിലുള്ള പൈപ്പിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം 1/2 ഇഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് ഇതിന് ശേഷം ഇങ്ങനെയൊന്ന് ചുറ്റും നമ്മൾ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ വന്ന് ഇടുന്നതിന് ശേഷം ഈ മുകൾ ഭാഗത്തേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ മറ്റേ പീസിനും നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ കോർണറിലൊക്കെ ഓരോരു കട്ടിട്ട് കൊടുക്കുക. ഒരു 3 കോർണറാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ താഴെയും അതുപോലെ ഈ സൈഡിലും ഇപ്പുറത്തെ സൈഡിലുമായിട്ടൊരു 3 കോർണറാണ് വരുന്നത്. അപ്പം 3 സൈഡിലും ചെറിയ കട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പൈപ്പിംഗ് ബാക്ക് വശത്തിനെ മടക്കിയിട്ട് ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കണം. അപ്പോൾ 3 കോർണറിൽ ഞാൻ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിങ്ങനെ ഇങ്ങോട്ടേക്ക് മടക്കിയിട്ട് മേലെ കൂടി ഒന്ന് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ മുഴുവനായിട്ടും ആ 2 തുണിയും ജോയിൻ്റാണ് ആ പോയിൻറ്റിൽ തന്നെ വരുന്ന രീതിയിൽ രണ്ടും തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നടുവിലൊരു ചെറിയ ഡിസൈൻ കൊടുക്കാനുണ്ട്.
അതിന് വേണ്ടിയിട്ട് നമ്മുടെ മെറ്റീരിയലത്തെ തന്നെ വയലറ്റ് തുണീൻ്റെ തന്നെ ചെറിയ ചെറിയ സ്ക്വയർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ കുറച്ച് സ്ക്വയർ 5-8 ഇങ്ങനെയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ ചെറിയൊരു ഡിസൈനും കൂടിയാണ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ക്വയർ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് നോക്കാം. ഇതുപോലെ കുഞ്ഞു പീസസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 2-2.5 ഇഞ്ച് 4 സൈഡിലും വരുന്ന രീതിയിലുള്ള ചെറിയ സ്ക്വയറുകളാണ്. എന്നിട്ട് അതിൻ്റെ ഒരു കോർണറിൽ നിന്ന് ഇതിങ്ങനെ കൈ ഉപയോഗിച്ചിട്ട് ചെറിയതായിട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കുക. ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് അതിൻ്റെ പകുതി വരെ ഈ സൈഡിൽ നിന്ന് നമ്മൾ തുടങ്ങിയിട്ട് ഇതിൻ്റെ ചുരുട്ടിയെടുത്തതിന് ശേഷം ഇതിൻ്റെ പകുതി വരെ ഇങ്ങനെ ചുരുട്ടി അതിൻ്റെ ആ പകുതി വരെ ഒന്ന് എടുക്കുക. അതിനുശേഷം ഈ 3 കോർണറും നമുക്ക് ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിക്കാം. അപ്പോൾ ഇവരിങ്ങനെ ഒരു ഡിസൈൻ കിട്ടും. ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ആദ്യം നെക്കിൻ്റെ നമ്മൾ 5 ഇഞ്ചല്ലേ മാർക്ക് ചെയ്തത്, അത് ഇതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കാരണം അതുവരെ കട്ട് ചെയ്തിട്ട് അങ്ങ് പോവും. അപ്പോൾ അതിൻ്റെ താഴോട്ടേക്ക് മാത്രമേ ഈ ഡിസൈൻ വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ 5 ഇഞ്ച് പിന്നെ ഒരു 1/2 ഇഞ്ച് താഴെ മുതലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. കാരണം സ്റ്റിച്ചിങ്ങിന് 1/2 ഇഞ്ച് പിന്നെയും പോവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ആ 5 ഇഞ്ചിന് അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു 1/2 ഇഞ്ച് താഴോട്ട് വിട്ടതിന് ശേഷം മുതലാണ് നമ്മൾ ഈ ഡിസൈൻ വെച്ച് കൊടുക്കുന്നത്. നമുക്കൊരു 5-6 വേണ്ടി വരും. അപ്പോൾ അതിങ്ങനെ ഞാൻ നേരത്തെ ചെയ്തതുപോലെ എല്ലാം ചെയ്തിട്ട് ഇങ്ങനെ വരിക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഈ എക്സ്ട്രാ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം വേണം മറ്റേ പീസ് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സ്ട്രാ ഉള്ളതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റേ പകുതി ഉള്ള ആ പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ മെയിൻ മെറ്റീരിയലിൽ വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതിങ്ങനെ താഴെ വെച്ചിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ നെക്ക് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തല്ലോ 5 ഇഞ്ച്, ആ 5 ഇഞ്ചിൻ്റെ കൃത്യം അവിടെ നമ്മുടെ നെക്കിൻ്റെ കട്ടിങ് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. താഴേക്ക് 1/2 ഇഞ്ച് നമുക്ക് സ്റ്റിച്ചിങ്ങിന് വിട്ടിട്ടുണ്ട്. അപ്പം നേരത്തെ നമ്മൾ കൊടുത്ത ഡിസൈൻ്റെ മുകളിൽ കൊള്ളാത്ത രീതിയിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് പിന്ന് വെച്ചിട്ടൊന്ന് ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ട് ചിലപ്പം നമ്മൾ ചെയ്ത ആ ഡിസൈൻ്റെ മുകളിലൊക്കെ ആയിപ്പോവും. അപ്പോൾ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് 1/2 ഇഞ്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ആ പീസും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് തയ്ച്ചു കൊടുക്കണം. അപ്പോൾ മറിച്ചിട്ട് ഞാൻ നെക്കും പതിച്ച് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തും ഒരു സ്റ്റിച്ച് ഇങ്ങനെ മുഴുവനായിട്ടും ഇങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്നിട്ട് ഇങ്ങെത്തുന്ന രീതിയിലൊരു സ്റ്റിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡിസൈൻ. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. അപ്പോൾ ചെയ്ത് വരുമ്പോഴേക്കും നല്ല ഭംഗിയുണ്ട്, സിമ്പിളാണ്. ഇനിയൊന്ന് ഇത് കുറച്ചും കൂടി ഒന്ന് അടിപൊളിയാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടേക്ക് ലേസൊക്കെ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ പേൾസൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പേൾസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയ ഒരു ലൂപ്പ് പോലുള്ള ഡിസൈൻ്റെ നടുക്കൊന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം തുന്നി കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇതിങ്ങനെ ഓരോന്ന് ഇതിൻ്റെ നടുവിലിങ്ങനെ പേൾസ് വെച്ചിട്ട് സൂചി കൊണ്ട് തുന്നി കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ ചെറിയ ചെറിയ ബട്ടൺസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മിറേഴ്സൊക്കെ വെച്ച് കൊടുക്കാം. എങ്ങനെ വേണ്ട വെച്ചാൽ ചെയ്തെടുക്കാം. അപ്പോൾ സിമ്പിളായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ മാത്രം മതി. ഇങ്ങനെ 5-6 എണ്ണം ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ ചുറ്റും ലേസൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നൊന്നുമില്ല, സിമ്പിളായിട്ട് ഇങ്ങനെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ചെയ്ത് ഇത് കുറച്ചും കൂടി അടിപൊളിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ഇതുപോലെ അടിപൊളി ഡിസൈനിങ് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്